നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം കൊല്ലവർഷം 1202 സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര ഫലത്തെയാണ് പറഞ്ഞു വന്നിരുന്നത്. അശ്വതി മുതൽ ചോതി വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലത്തെ പറഞ്ഞു. ഇന്ന് നമുക്ക് വിശാഖ നക്ഷത്രക്കാരുടെ പുതുവർഷം എങ്ങനെയുണ്ടാകുമെന്ന് പരിശോധിക്കാം. വിധി ചിലപ്പോൾ എല്ലാവരെയും പരീക്ഷിക്കാം, എന്നാൽ അധ്വാനിക്കുന്നവരെ വിധി അനുഗ്രഹിക്കും. പുതുവർഷത്തിൽ തടസ്സങ്ങൾ തകർത്ത് മുന്നേറാൻ പോകുന്ന ഒരു നക്ഷത്രമുണ്ട്. കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് നിങ്ങളുടെ ഉന്നതങ്ങളിലേക്കുള്ള വാതിൽ തുറക്കാൻ പോകുന്ന ഒരു നക്ഷത്രം, അതാണ് വിശാഖം നക്ഷത്രം. അതെ, കൊല്ലവർഷം 1202 വിശാഖം നക്ഷത്രക്കാർക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് കരുതി വച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആരോഗ്യം, സമ്പത്ത്, തൊഴിൽ, വിവാഹം, വിദേശയോഗങ്ങൾ, ഭാഗ്യയോഗങ്ങൾ എല്ലാം നമുക്ക് വിശദമായിട്ട് അറിയാം. വീഡിയോ മുഴുവനായി കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമ. വ്യാഴത്തിന്റെ അനുഗ്രഹം ലഭിക്കാൻ വിശാഖ നക്ഷത്രക്കാർ ഈ ശ്ലോകത്തെ നിത്യം ജപിക്കുക. കൊല്ലവർഷം 1202 2026 ഓഗസ്റ്റ് 17 മുതൽ 2027 ഓഗസ്റ്റ് 17 വരെയുള്ള കാലഘട്ടം. വിശാഖ നക്ഷത്രക്കാർക്ക് കഠിനാധ്വാനത്തിലൂടെ വിജയം നേടിയെടുക്കാൻ സാധിക്കുന്ന സമയമാണ്. വ്യാഴത്തിന്റെ ആധിപത്യത്തിലുള്ള വിശാഖ നക്ഷത്രത്തിന്റെ ആദ്യ 3 പാദങ്ങൾ തുലാക്കൂറിലും 4ാം പാദം വൃശ്ചികക്കൂറിലുമായിട്ടാണ് വരുന്നത്. ഈ വർഷത്തിൽ വ്യാഴത്തിന്റെയും ശനിയുടെയും ഉണ്ടാകുന്ന രാശിമാറ്റങ്ങൾ ജീവിതത്തിൽ നിർണായകമായിട്ടുള്ള മാറ്റങ്ങൾ കരുതി വെക്കുന്നതാണ്. ആദ്യം നമുക്ക് പൊതുവായ ഫലങ്ങളെ പരിശോധിക്കാം. കഴിഞ്ഞ വർഷങ്ങളിൽ നേരിട്ടിരുന്ന പല തടസ്സങ്ങളും മാറുന്നതാണ്. സ്വന്തം കഴിവിലും ആത്മവിശ്വാസത്തിലും വർധനവുണ്ടാകുന്നതാണ്. ചിലർക്ക് സാമൂഹ്യ അംഗീകാരം ലഭിക്കുന്നതാണ്. പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ട സാഹചര്യം ഉണ്ടാകും. ചില സന്ദർഭങ്ങളിൽ അമിത ചിന്തയും മാനസിക സമ്മർദ്ദവും ഉണ്ടായേക്കാം. കാറ്റിനെ ഭയന്നാൽ കപ്പൽ കരയിൽ തന്നെ നിൽക്കും. ധൈര്യം കൈവിട്ടില്ല എങ്കിൽ കടലും നിങ്ങൾക്ക് വഴിയൊരുക്കും. ഈ വർഷം വിശാഖ നക്ഷത്രക്കാരുടെ ജീവിതത്തിന്റെ സാരാംശത്തിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം തൊഴിൽപരമായിട്ടുള്ള അവസരങ്ങൾ നോക്കാം. തൊഴിൽ രംഗത്ത് സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ ദർശിക്കാനാകും. കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കുന്ന വർഷമാണ്. സ്ഥലമാറ്റം ആഗ്രഹിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും. സർക്കാർ മേഖലയിലുള്ളവർക്ക് അധിക ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുന്നതാണ്. സ്വകാര്യ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് ജോലിയിൽ ഉയർച്ചയും ശമ്പള വർധനവും ഒക്കെ പ്രതീക്ഷിക്കാം. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വർഷത്തിന്റെ 2ാം പകുതി കൂടുതൽ ഉത്തമമാണ്. ഇനി വിശാഖ നക്ഷത്രക്കാരുടെ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളൊന്ന് നോക്കാം. ബിസിനസ് രംഗത്ത് ആസൂത്രിത നീക്കങ്ങൾ വിജയിക്കുന്നതാണ്. നിക്ഷേപങ്ങളൊക്കെ വലുതാണെങ്കിൽ അത് സൂക്ഷ്മമായി പരിശോധിച്ച് മാത്രം ചെയ്യുക. സ്കൂട്ട് കച്ചവടത്തിൽ ഏർപ്പെടുന്നവർ സുതാര്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുക. ഓൺലൈൻ ബിസിനസ്, വിദ്യാഭ്യാസം, കൺസൾട്ടൻസി, മീഡിയ മേഖല എന്നിവയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ ഗുണകരമാണ്. ഇനി സാമ്പത്തിക അവസരങ്ങളൊന്ന് നോക്കാം. പൊതുവെ വിശാഖ നക്ഷത്രക്കാർക്ക് വരുമാനം വർദ്ധിക്കുന്നതാണ്. അതോടൊപ്പം അപ്രതീക്ഷിത ചെലവുകളും ഉണ്ടാകുന്നതാണ്. ഭൂമി, വീട്, വാഹനം തുടങ്ങിയ കാര്യങ്ങളിൽ അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകുന്നതാണ്. പുതിയ അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. പഴയ കടബാധ്യതകൾ തീർക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. എന്നാൽ ജാമ്യം നിൽക്കുക, വലിയ തുകകൾ കടം കൊടുക്കുക എന്നിവയിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുക. ഇനി വിശാഖ നക്ഷത്രക്കാരുടെ കുടുംബജീവിതം എങ്ങനെയുണ്ടാകുമെന്ന് പരിശോധിക്കാം. കുടുംബജീവിതം പൊതുവെ സമാധാനപരമായിരിക്കും. ജീവിത പങ്കാളിയുടെ പിന്തുണ ലഭിക്കുന്നതാണ്. മാതാപിതാക്കളുടെ അനുഗ്രഹം വലിയ രക്ഷാകവചമാകുന്നതാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. ചില ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിലും പെട്ടെന്ന് അതൊക്കെ പരിഹരിക്കപ്പെടുന്നതാണ്. ഇനി വിശാഖ നക്ഷത്രക്കാരുടെ ആരോഗ്യ ഫലങ്ങളൊന്ന് പരിശോധിക്കാം. ഉദരസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഗ്യാസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. അലർജി, കഫക്കെട്ട്, ഉറക്കക്കുറവ് എന്നിവ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ വേണം. യോഗ, ധ്യാനം തുടങ്ങിയ കാര്യങ്ങൾ നിത്യം പരിശീലിക്കുക. ഇനി ഓരോ പാദക്കാരുടെയും വിശേഷ ഫലങ്ങളെ ഒന്ന് നോക്കാം. വിശാഖ 1ാം പാദക്കാർക്ക് തൊഴിലിൽ ഉയർച്ച ഉണ്ടാകുന്ന വർഷമാണ്. പുതിയ പഠനാവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. വിദേശ ബന്ധങ്ങളൊക്കെ ഗുണം ചെയ്യുന്നതാണ്. സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ അനുകൂല തീരുമാനങ്ങളും സഹായങ്ങളും ഉണ്ടാകുന്നതാണ്. ഇനി 2ാം പാദക്കാരുടെ വിശേഷ ഫലം നോക്കാം. ധനലാഭം വർദ്ധിക്കുന്നതാണ്. പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു ലഭിക്കുന്നതാണ്. വിവാഹാലോചനകൾക്ക് അനുകൂല സമയമാണ്. എന്നാൽ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ജാഗ്രത പുലർത്തുക. ഇനി 3ാം പാദക്കാരുടെ വിശേഷ ഫലം നോക്കാം. നേതൃസ്ഥാനം ലഭിക്കാം. പൊതുപ്രവർത്തന രംഗത്തുള്ളവർക്ക് കൂടുതൽ നേട്ടങ്ങളുണ്ട്. പഴയ കേസുകളിലോ വ്യവഹാരങ്ങളിലോ അനുകൂല പുരോഗതി ഉണ്ടാകുന്നതാണ്. ഇനി 4ാം പാദം വൃശ്ചികക്കൂറിൽപ്പെട്ടവരുടെ ഫലങ്ങളെ ഒന്ന് നോക്കാം. തടസ്സപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ പുനരാരംഭിക്കുന്നതാണ്. ദൂരയാത്രകൾ നടത്തും. വിദേശ യോഗം ഉണ്ടാകും. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യമുണ്ടാകും. ഇനി ത്രൈമാസത്തിലെ
വിശേഷ ഫലങ്ങളെ ഒന്ന് നോക്കാം. ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള കാലഘട്ടങ്ങളിൽ പുതിയ തുടക്കങ്ങൾ ഉണ്ടാകുന്നതാണ്. തൊഴിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ധനകാര്യത്തിൽ സൂക്ഷ്മത ആവശ്യമാണ്. നവംബർ മുതൽ ജനുവരി വരെയുള്ള കാലത്ത് ഭാഗ്യം ഉയരുന്നതാണ്. പ്രതീക്ഷിച്ച വാർത്തകൾ ലഭിക്കുന്നതാണ്. വിവാഹ യോഗങ്ങളൊക്കെ ശക്തമാകുന്നതാണ്. ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലത്ത് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ഭൂമി, വീട് എന്നീ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. ബിസിനസ്സിൽ വളർച്ച ഉണ്ടാകുന്നതാണ്. മെയ് മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലത്ത് വിദേശ ബന്ധങ്ങളിൽ നേട്ടം ഉണ്ടാകുന്നതാണ്. പഴയ സ്വപ്നങ്ങൾ സഫലമാകുന്നതാണ്. കുടുംബത്തിൽ സന്തോഷം വർദ്ധിക്കുന്നതാണ്. ഇനി ദശാകാലപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും പരിശോധിക്കാം. ബുധദശയും ശുക്രദശയും വിശാഖ നക്ഷത്രക്കാർക്ക് അത്ര നല്ല സമയങ്ങളല്ല. ബുധദശയിലാണെങ്കിൽ അമിത ചിന്തകളൊക്കെ ഒഴിവാക്കുക. തീരുമാനങ്ങളിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാം. വ്യാപാര രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ സൂക്ഷ്മത ആവശ്യമാണ്. സുഹൃത്തുക്കൾ മുഖേന പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇനി ശുക്രദശക്കാരാണെങ്കിൽ അനാവശ്യ ചെലവുകൾ ഉണ്ടാകാം. പ്രണയകാര്യത്തിലും ദാമ്പത്യ ജീവിതത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. കരുതലെടുക്കുക. ആഡംബര ചിലവുകൾ അതേപോലെ വർദ്ധിക്കുന്നതുമാണ്. മറ്റു ദശാകാലങ്ങളുള്ളവർക്ക് കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ്. ഇനി വിശാഖ നക്ഷത്രക്കാർക്ക് ലഭിക്കാവുന്ന ഭാഗ്യയോഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. വിദേശയോഗം, പുതിയ ജോലി, വീട് നിർമ്മാണ യോഗം, വാഹനയോഗം, വിവാഹയോഗം, സന്താനഭാഗ്യം, ആത്മീയ കാര്യങ്ങളിൽ പുരോഗതി, പദവിയും അംഗീകാരങ്ങളും ഒക്കെ ലഭിക്കുന്നതാണ്. ഇനി വിശാഖ നക്ഷത്രക്കാർ ചെയ്യേണ്ട ദോഷപരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. എല്ലാ വ്യാഴാഴ്ചയും വിഷ്ണു സഹസ്രനാമം ജപിക്കുക. വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം പതിവാക്കുക. ചൊവ്വാഴ്ച സുബ്രഹ്മണ്യ സ്വാമിയെ ആരാധിക്കുക. ജന്മനക്ഷത്ര ദിവസം നെയ്വിളക്ക് തെളിയിക്കുക. വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾ ദാനം ചെയ്യുക. മഞ്ഞ വസ്ത്രം, കടല, പഴം എന്നിവ ദാനം ചെയ്യുക. ഓം ഗ്രാം ഗ്രീം ഗ്രൗം സഹ ഗുരവേ നമ എന്ന മന്ത്രത്തെ നിത്യം 108 പ്രാവശ്യം ജപിക്കുക. കുറഞ്ഞത് എല്ലാ വ്യാഴാഴ്ചയും ജപിക്കുക. പാവപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകുക. എല്ലാ മാസവും ഏകാദശി വ്രതം അനുഷ്ഠിക്കുക. ഭഗവത്ഗീത നിത്യം പാരായണം ചെയ്യുക. അധ്വാനിക്കുന്നവന്റെ കൈവിടില്ല ഭാഗ്യം, വിശ്വാസമുള്ളവന്റെ കൈവിടില്ല ദൈവം. വിശാഖ നക്ഷത്രക്കാർക്ക് കൊല്ലവർഷം 1202 ആണ്ട് പരിശ്രമിക്കുന്നതിന്റെ അർഹമായിട്ടുള്ള പ്രതിഫലം ലഭ്യമാകുന്ന വർഷമാണ്. ചില വെല്ലുവിളികൾ ഉണ്ടായാലും അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് നീങ്ങാൻ സാധിക്കുന്ന വർഷമാണ്. ഭഗവാന്റെ അനുഗ്രഹവും ഗുരുകടാക്ഷവും കൂടെ എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരിഹി ഓം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് അറിയിക്കുക. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്യുക. അടുത്ത ദിവസങ്ങളിൽ നമുക്ക് മറ്റു നക്ഷത്രക്കാരുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.